ഐഫോൺ നിർമ്മിക്കുന്ന ആപ്പിളിനും യൂറോപ്യൻ യൂണിയനും മുകളിൽ അമേരിക്ക താരിഫ് ചുമത്തിയേക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായി. ഡോ ജോൺസ് 286 പോയിന്റ് അല്ലെങ്കിൽ 0.61% ഇടിഞ്ഞു. S&P 0.67, നാസ്ഡാക്ക് 1% ഇടിഞ്ഞു. അമേരിക്കയിൽ വിൽക്കുന്ന ആപ്പിൾ ഐഫോണുകൾ അമേരിക്കയിൽ നിർമ്മിക്കാത്ത പക്ഷം ആപ്പിൾ ഐഫോണുകൾക്ക് മുകളിൽ 25% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. കൂടാതെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര ചർച്ചകൾ എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് 2025 ജൂൺ 1 മുതൽ യൂറോപ്യൻ യൂണിയനിൽ 50% താരിഫ് ഏർപ്പെടുത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പരാമർശങ്ങളെ വൈറ്റ് ഹൗസിൻ്റെ പ്രഖ്യാപിത നയമായി അംഗീകരിച്ച് പുറത്തു വന്നിട്ടില്ല എങ്കിലും ഇതിനെ മാർക്കറ്റ് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായത്. 2025 ഏപ്രിൽ മാസത്തിലായിരുന്നു അമേരിക്ക പല രാജ്യങ്ങൾക്കും മുകളിൽ റെസിപ്രോക്കൽ താരിഫ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം പല രാജ്യങ്ങൾക്കും വ്യാപാര ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി 90 ദിവസത്തേക്ക് താരിഫ് നിർത്തലാക്കുകയും ചെയ്തു. ഈ സമയത്ത് താരിഫ് പ്രഖ്യാപിച്ച സമയത്ത് മാർക്കറ്റ് ഇടിഞ്ഞെങ്കിലും 90 ദിവസത്തേക്ക് താരിഫ് നിർത്തലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. 90 ദിവസത്തിനുള്ളിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും അമേരിക്കയുമായി വ്യാപാര ചർച്ചകളിലും വ്യാപാര ഡീലിലും എത്തുമെന്നുള്ള പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിലായിരുന്നു മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇതിൽ തന്നെ ചൈന, UK തുടങ്ങിയ രാജ്യങ്ങളുമായി അമേരിക്ക വ്യാപാര കരാറിലെത്തുകയും ചെയ്തു. പക്ഷേ ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറിൽ ഔട്ട്കമൊന്നും ഉണ്ടാകാതെ വ്യാപാര കരാർ ചർച്ചകൾ നീണ്ടുപോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ചും 90 ദിവസത്തെ കാലാവധി അവസാനിക്കാറായ ഈ സാഹചര്യത്തിൽ വീണ്ടും താരിഫ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമോ എന്നുള്ള ആശങ്ക മാർക്കറ്റിൽ പ്രകടമാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ ഡോളർ ഇൻഡെക്സിലും പ്രതിഫലിച്ചിരുന്നു. അമേരിക്കൻ ഡോളർ ഇൻഡെക്സ് വീക്ക് ആവുകയും ഇടിയുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് ഗ്ലോബൽ മാർക്കറ്റിലും ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ചിലപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്കും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ സ്റ്റീൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ബൈയിങ് മൊമെൻറ്റം വന്നു. പ്രത്യേകിച്ചും അമേരിക്കയിലെ സ്റ്റീൽ കമ്പനിയായ യുണൈറ്റഡ് സ്റ്റീൽ ജപ്പാൻ്റെ നിപ്പോൺ സ്റ്റീലുമായി ചേർന്ന് ഒരു പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റീൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന പല നയങ്ങളും മാർക്കറ്റിൽ വളരെയധികം അസ്ഥിരത ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ട്രംപിൻ്റെ ടാക്സ് ബില്ലും അതിനുശേഷം ആപ്പിൾ എന്ന കമ്പനിക്ക് മുകളിൽ തീരുവ ചുമത്താനുള്ള തീരുമാനങ്ങളും ഒട്ടുമിക്ക രാജ്യങ്ങളുമായി അമേരിക്കയ്ക്ക് വ്യാപാര ഡീലിൽ എത്താൻ സാധിച്ചില്ല എന്നുള്ള പ്രശ്നവും കൂടാതെ 90 ദിവസത്തിന് ശേഷം താരിഫ് പുനരാരംഭിക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ മാർക്കറ്റിനെ അസ്ഥിരപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലുള്ളിടത്തോളം കാലം മാർക്കറ്റിൽ നമ്മൾ അസ്ഥിരമായ അല്ലെങ്കിൽ വോളറ്റൈലായിട്ടുള്ള ഒരു സെഷൻ വേണം പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ആപ്പിൾ എന്ന സ്റ്റോക്ക് 3% ക്രാഷ് ആയതിൻ്റെ ഇമ്പാക്റ്റ് ചിലപ്പോൾ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മിറായി അസറ്റ് ഫാങ് ETF-ൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയിലെ പ്രമുഖ ടെക് സ്റ്റോക്കുകളായ സ്നോഫ്ലേക്ക്, ഫേസ്ബുക്ക്, ആൽഫബറ്റ്, ആപ്പിൾ, ബ്രോഡ്കോം, എൻവിഡിയ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, മൈക്രോസോഫ്റ്റ്, ടെസ്ല തുടങ്ങിയ ടെക് സ്റ്റോക്കുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് മഫാങ് അല്ലെങ്കിൽ മിറായി അസറ്റ് ഫാങ് ETF. ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് അമേരിക്കൻ മാർക്കറ്റിൽ ഈ ETF വഴി അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ സ്റ്റോക്കുകളിൽ ഈ ETF വഴി നിക്ഷേപിക്കാവുന്നതുമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പോളിസികൾ അമേരിക്കൻ ടെക് സ്റ്റോക്കുകളെ പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ട് വരും സമയങ്ങളിലും മഫാങ് പോലുള്ള ഔട്ട് പെർഫോം ചെയ്യുന്ന ETF-കളെ അക്വയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കാനും സാധ്യതയുണ്ട്. ഇനി ട്രെൻഡ് റിവേഴ്സൽ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യേണ്ട 2 പ്രധാന സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 6% ഉയർന്ന് 1411 ക്ലോസിംഗ് നൽകി. ഡിഫൻസ് സെക്ടറിലെയും റെയിൽവേ സെക്ടറിലെയും സ്റ്റോക്കുകളിൽ വന്ന ട്രെൻഡ് റിവേഴ്സലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് ക്ലീൻ സയൻസ് ഉൾപ്പെടുന്ന കെമിക്കൽ സെക്ടർ. കെമിക്കൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഇപ്രാവശ്യം ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ട്രെൻഡ് റിവേഴ്സലും കെമിക്കൽ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും പ്രകടമായിട്ടുമുണ്ട്. ക്ലീൻ സയൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് അത്ര മികച്ചതല്ല എങ്കിലും സ്റ്റോക്കിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 5.8% വർദ്ധിച്ച് 70 കോടിയിൽ നിന്നും 74 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 15% വർദ്ധിച്ച് 227 കോടിയിൽ നിന്നും 263 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 8% വർദ്ധിച്ച് 108 കോടിയിൽ നിന്നും 117 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു.
ഈ ഒരു ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും ഹോൾഡ്, ന്യൂട്രൽ പോലുള്ള റേറ്റിംഗാണ് ക്ലീൻ സയൻസിന് നൽകിയിരിക്കുന്നത്. മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ട് പ്രകാരം കമ്പനിയുടെ റവന്യൂ, എബിറ്റ, പ്രോഫിറ്റ് എന്നിവ 26%, 24%, 30% യഥാക്രമം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് ന്യൂട്രൽ എന്ന റേറ്റിംഗാണ് നൽകിയിരിക്കുന്നത്. അതേസമയം മോത്തിലാൽ ഒസ്വാളിൻ്റെ ടാർഗറ്റ് 1260 ആണ്. കമ്പനി 190 കോടി രൂപയുടെ ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടാതെ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ 600 കോടി രൂപ അതിൻ്റെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി കാപ്പെക്സ് നടത്തിയേക്കാം. ഇതിൻ്റെയൊക്കെ ഓവറാൾ ഔട്ട്കം എന്ന നിലയിൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ 23% വർധനവ് വരാൻ സാധ്യതയുണ്ട്. ഈ ഫാക്റ്റുകളൊക്കെ പരിഗണിച്ചാണ് മോത്തിലാൽ ഒസ്വാൾ ന്യൂട്രൽ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. പ്രഭുദാസ് ലീലാധർ എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ കമ്പനിയുടെ പുതിയ കാപ്പെക്സ് ഇനിഷ്യേറ്റീവ് കമ്പനിയുടെ പ്രധാന ഗ്രോത്ത് ട്രിഗറായി പ്രവർത്തിക്കും. പ്രത്യേകിച്ചും വാട്ടർ ട്രീറ്റ്മെൻറ്റ് സെക്ടറിലേക്ക് കൂടി കമ്പനി അതിൻ്റെ പ്രവർത്തനം വികസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ സെക്ടറിൽ നിന്നും പഴയ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് സെക്ടറിൻ്റെ അത്രയും റവന്യൂ മാർജിൻ ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എങ്കിലും ഗ്രാജുവലി ഈ സെക്ടറുകളെല്ലാം ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രഭുദാസ് ലീലാധർ ഹോൾഡ് എന്ന റേറ്റിംഗും 1361 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. B&K സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 1716 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കമ്പനി അതിൻ്റെ HALS പ്രൊഡക്റ്റ് ബാസ്ക്കറ്റ് ഇംപ്രൂവ് ചെയ്യുകയാണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ 65% HALS പ്രൊഡക്റ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ക്ലീൻ സയൻസ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മികച്ച വളർച്ച പ്രതീക്ഷിക്കാമെന്നും സ്റ്റോക്ക് 1700 എന്ന ലെവലിലേക്ക് ഉയരുമെന്നുമാണ് B&K സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം 2500 രൂപ വരെ ഉയർന്ന സ്റ്റോക്ക് പിന്നീട് ഇടിയുകയും ഒരു സൈഡ് വേസ് മാർക്കറ്റിലേക്ക് നീങ്ങുകയും ചെയ്തു. സ്റ്റോക്കിന് 1250 രൂപയുടെ സപ്പോർട്ടും 1500 രൂപയുടെ അല്ലെങ്കിൽ 1550 രൂപയുടെ റെസിസ്റ്റൻസുമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നും സ്റ്റോക്ക് 1280 സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും 1100, 1180 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയുകയും ചെയ്തിരുന്നു. പിന്നീട് സ്റ്റോക്കിൽ ഒരു റിക്കവറി വന്ന് സ്റ്റോക്ക് വീണ്ടും ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ പാതയിലാണ്. 1750 എന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ 1600 എന്ന റെസിസ്റ്റൻസ് മറികടക്കാത്തിടത്തോളം കാലം ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. 1700 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. രണ്ടാമത്തേത് വരുൺ ബിവറേജ് ലിമിറ്റഡ് ആണ്. വാല്യൂ ബൈയിങ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പരിഗണിക്കാവുന്ന FMCG സെക്ടറിലെ ഒരു ഹൈ ഗ്രോത്ത് സ്റ്റോക്കാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ്. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുകയാണ്. അതേസമയം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 4% ഉയർന്ന് 488 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇവിടെ സപ്പോർട്ട് പ്രൈസിനടുത്ത് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന നിലയിലാണ് വരുൺ ബിവറേജ് ലിമിറ്റഡിനെ പരിഗണിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 480, 450 തുടങ്ങിയ റേഞ്ചുകൾ പ്രധാന സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഷോർട്ട് ടൈം ട്രെൻഡ് ഇപ്പോഴും നെഗറ്റീവാണ്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 2 ബിയറിഷ് ക്യാൻഡിലുകൾ ഫോം ചെയ്തിട്ടുണ്ട്. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണിലും ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചനകളൊന്നും വന്നിട്ടില്ല. 550, 560 എന്ന റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നു എന്ന് നമ്മൾക്ക് അഭിപ്രായപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതേസമയം സപ്പോർട്ടിൽ വാങ്ങി റെസിസ്റ്റൻസിൽ വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് 488, 560 തുടങ്ങിയ റേഞ്ചുകൾ, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്